അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുതുബിയത്തിലെ ഒന്നാമത്തെ ദുആ ആണ് ഇനിയുള്ളത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിവലിയിക ഖുതുബിനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. اللهم انك لن تنزل بلاء الا بذنب ولن تكشفه الا بتوبه وقد توجهنا اليك بوليك غوثنا وسيدنا محي الدين عبد القادر الجيلاني فادفع الوباء عنا وعن اهل بلدنا وبيتنا هذا. اللهم شفعنا في انفسنا وفي اهلنا. اللهم لا نرجو الا اليك ولا ندعو غيرك ولا نرغب الا اليك. اللهم اليك نشكو ما نزل بنا من بلاء ووباء وخوف وضعف. ഇതാണിപ്പോൾ ആദ്യത്തെ ദുആ. ഈ ദുആയുടെ അർത്ഥം നമ്മൾ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് വോയിസിൽ ആവർത്തിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതില് കുത്തുബിയത്തിൽ വളരെ പ്രധാനപ്പെട്ട, ഈ ദുആയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നമ്മളെപ്പോഴും ഓതുന്നതാണ്, പക്ഷേ അത് സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വോയിസ് മുഴുവനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹുമ്മ ഇന്നക ലൻ തുൻസിൽ ബലാഅൻ ഇല്ലാ ബിദംബിൻ വലം തക്ഷിഫുഹു ഇല്ലാ ബിതൗബത്തിൻ. നമ്മൾ പലരും പറയാറുണ്ട്, എത്രയോ ആളുകൾ നമുക്ക് തന്നെ ഇപ്പൊ ഈ കുത്തുബിയത്ത് തുടങ്ങിയ ശേഷം പേഴ്സണലായിട്ട് PM-ൽ വന്ന് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടും ഒരു ഫലവും കിട്ടുന്നില്ല. കുത്തുബിയത്ത് നടത്തുന്നു, വേറെ നാരി സ്വലാത്ത് ചെല്ലുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഫലം ഉറപ്പാക്കപ്പെട്ട, നിർബന്ധം തീർച്ചയായിട്ടും ഫലം കിട്ടിയിരിക്കും എന്ന് മുജറബായിട്ടുള്ള, അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള അനുഭവം ധാരാളമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ഒരു ഫലം കാണുന്നില്ല. അങ്ങനെ അതിൽ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അടിസ്ഥാനപരമായി ഇതിന്റെ ഒരു കാരണം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് ചിന്തിച്ചാൽ നമുക്ക് അതിന് ഉത്തരം കിട്ടുകയും ചെയ്യും. അതാണ് കുത്തുബിയത്തിന്റെ ഈ ആദ്യത്തെ ദുആയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുട്ടി മഖ്ദൂമി തങ്ങൾ ആ ദുആയിൽ സൂചിപ്പിക്കുന്നത്, അല്ലാഹുവേ ഇന്നക ലൻ തുൻസിൽ ബലാഅൻ, ഒരു ബലാഉം നീ ഇറക്കിയിട്ടില്ല, ഇല്ലാ ബിദംബിൻ, ഒരു ദോഷം കാരണമല്ലാതെ. നമുക്കൊരു ബലാ എത്തുന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു പാകപ്പിഴവ് നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ബലാ എത്തുന്നത്, മുസീബത്തുകൾ അതുകൊണ്ടാണ് വരുന്നത്. വലം തക്ഷിഫു, അത് ഒഴിവായി പോവുകയില്ല, അതിൽ നിന്ന് തെളിയുകയില്ല, രംഗം തെളിയുകയില്ല, ഇല്ലാബി തോപത്തിൽ, ആ ദോഷത്തിൽ നിന്ന് തോപ ചെയ്തിട്ടല്ലാതെ. അപ്പൊ തോപ ചെയ്യണം നമ്മൾ. അതായത് ഇതിന്റെ വിഷയം എന്താണെന്ന് അറിയുമോ, നമ്മൾ സ്വാർത്ഥരാണ്. ഏതൊക്കെ മേഖലകൾ നമ്മൾ പരിശോധിച്ചാലും അവിടെയൊക്കെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. അത് സംരക്ഷിക്കപ്പെടാനാണ് നമ്മൾ ത്യാഗങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ താല്പര്യം, നമുക്ക് കാര്യങ്ങൾ നേടണം എന്നതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാറില്ല. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഉദാഹരണങ്ങളായിട്ട് കൂടുതൽ പറഞ്ഞ് വോയിസ് നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുമ്മ ഇന്നക ലൻ തുൻസിൽ ബലാഅൻ ഇല്ലാ ബിദംബിൻ വലൻ തക്ഷിഫു ഇല്ലാ ബിതൗബത്തിൻ. ഒരു ബലാ, ആപത്ത്, മുസീബത്തുകൾ വരുന്നത് നമ്മളിൽ നിന്ന് എന്തോ തെറ്റുകൾ സംഭവിക്കുന്നത് കൊണ്ടാണ്. ആ തെറ്റുകളിൽ നിന്നും നമ്മൾ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോഴാണ് ആ മുസീബത്തുകൾ നീങ്ങിപ്പോകുന്നത്. ആ തൗബ ചെയ്യാതെ അത് ആ തെറ്റ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക, നമ്മുടെ ഇഷ്ടാനുസരണം, നമ്മുടെ എല്ലാവിധ നിയമത്തുകളും അനുഗ്രഹങ്ങളൊക്കെ സമ്പാദിച്ചുകൊണ്ട് എന്നത് പ്രായോഗികമല്ല എന്ന് വളരെ വ്യക്തമായി കുത്തുബിയത്ത് തുടങ്ങുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ഇത് നമ്മളാരും മനസ്സിലാക്കിയിട്ടുള്ള, ആരും അതിനെക്കുറിച്ച് കൂടുതൽ പറയാറില്ല. ഈ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചേ മതിയാവും. അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്, പക്ഷെ അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ തയ്യാറില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിലൊക്കെ വരുന്നുണ്ട്. ഒറ്റ കാര്യം ആദ്യമേ പറയട്ടോ, ഈ പറയുന്ന ആളുണ്ടല്ലോ, ഇതെല്ലാം ഈ കാര്യത്തിലൊക്കെ തികഞ്ഞ പീസല്ല കേട്ടോ, അത് ആദ്യമേ പറയാം. നമ്മളിത് പറയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു തികഞ്ഞ ആളാണ് എന്നൊരു ധാരണ വെച്ചിട്ടല്ല ഈ പറയുന്നത്. അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യങ്ങൾ എടുക്കുകയാണ്. ഞാനും കണക്കാണ് എന്നുള്ളതും കൂടി നിങ്ങൾ അറിയിക്കണം. മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ഒരു ചെറിയ ഒരു തെറ്റ്, ആ തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്, നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. ഇത്തരം ഒരു ഘട്ടത്തിൽ പിന്നെ നമ്മൾ അത് നിലനിർത്തിക്കൊണ്ട് എന്തെങ്കിലും കുത്തുബിയത്ത് ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്കത് ബോധം ഉണ്ടാവും, പക്ഷെ നമുക്കത് ഗൗരവമായിട്ട് നമ്മൾ എടുക്കുന്നില്ലായിരിക്കാം, പക്ഷെ സംഗതി ഗൗരവമുള്ളതായിരിക്കും. അതല്ലെങ്കിൽ അതിൽ നിന്ന് ഗൗരവമുള്ളത് തന്നെയാണ്, പക്ഷെ മാറി നിൽക്കാൻ കഴിയുന്നില്ല എന്നതായിരിക്കാം, അല്ലെങ്കിൽ അതേക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടായിരിക്കാം. എന്തോ ആവട്ടെ, അങ്ങനെയുള്ള തെറ്റുകൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് എപ്പോഴെങ്കിലും വല്ലപ്പോഴും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളല്ല. ഒരു തെറ്റ് സ്ഥിരമായിട്ട് അതിൽ തന്നെ നമ്മൾ നിലനിർത്തിയാകുന്നു, അതിന് മാറി നിൽക്കാൻ കഴിയുന്നില്ല, തെറ്റാണെന്ന് ബോധമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇനി തെറ്റല്ല എന്ന് ഉള്ള ബോധത്തോടു കൂടി ചെയ്യുമ്പോഴും ഇതിന്റെ അവസ്ഥ, ഒരു തെറ്റാണ്, പക്ഷേ നമ്മൾ തെറ്റായി അംഗീകരിക്കുന്നില്ല, അപ്പോൾ ഈ പ്രശ്നം വരും. ഇനി തെറ്റാണ് നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷേ മാറി നിൽക്കാൻ കഴിയുന്നില്ല, അങ്ങനത്തെ അവസ്ഥ ഇത് വരും. അപ്പൊ അതിന് ഉദാഹരണങ്ങൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുമ്പോൾ അതൊക്കെ മോശം. അതുകൊണ്ട് പറയുന്നതൊക്കെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക. ഇതിപ്പോ ഒരു ബലാ എന്നൊക്കെ ദോഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രവർത്തിച്ച് ചെയ്ത ദോഷങ്ങളാവാം, അതല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ ഒക്കെ ഉള്ളതും ആവാം കേട്ടോ. അതും നമ്മൾ ശ്രദ്ധിക്കണം. അതിനൊരു 3 ഉദാഹരണം മാത്രം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയെ ബാധിച്ചിരിക്കുന്ന ഒരു 3 കാര്യം ഇതിൽ പറയണം. ഒന്നാമത്തെ ഒരു കാര്യം, മനുഷ്യന്മാർ നന്നാവണമെങ്കിൽ, ദുനിയാവ് നന്നാവണമെങ്കിലും ആഖിറത്ത് നന്നാവണമെങ്കിലും ഒരു 3 കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ അസൂയ എന്ന് പറയുന്ന ഒരു രോഗം. അത്
നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അസൂയ എന്ന് പറയുന്നത്, അപ്പൊ ഈ അസൂയ നമ്മൾ ആരും അംഗീകരിക്കും, എനിക്ക് അസൂയയാണെന്ന് ആരും ഒരു മനുഷ്യൻ ഇന്ന് വരെ അംഗീകരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അസൂയ അസൂയ എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവർക്ക് എന്തെങ്കിലും നിയമത്തുകൾ വരുമ്പോൾ നമുക്കൊരു പ്രയാസം, അത് നമുക്ക് കേൾക്കാൻ ഒരു രസമില്ല. അത്തരം ഒരു ഘട്ടത്തിൽ ആ ഒരു രീതിയാണ് ഈ അസൂയ എന്ന് പറയുന്നത്. അത് നമ്മൾ മാറ്റിയേ മതിയാകും. അങ്ങനെ എങ്ങനെ അത് മാറ്റുക എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അത് നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കേട്ടു നോക്കുക മറ്റൊരാളെ കുറിച്ച്, അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നിയമത്തുകൾ ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ട് നമ്മളെ മുന്നിൽ വന്നു, എന്താവട്ടെ, ചെറുതോ വലുതോ എന്താവട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. അവന്റെ മുന്നിൽ അവനോട് വലിയ ഒരു ചിലപ്പോൾ നമ്മൾ വാചകം പഠിക്കും, വലിയ സന്തോഷം പ്രകടിപ്പിക്കും, പക്ഷെ ഹൃദയത്തിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു അവസ്ഥയ്ക്കാണ് ഈ ഹസദ്, അസൂയ എന്ന് പറയാം. നമ്മൾ ഹൃദയത്തിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാം, അവന് വേണ്ടി ദുആ ചെയ്യുക, അത് നിലനിൽക്കാൻ വേണ്ടിയൊക്കെ ദുആ ചെയ്യുക, ആളുകൾക്ക് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്യും, പിന്നെ നമുക്ക് അസൂയ എന്നുള്ള ആ ഒരു ഇത് നമ്മളിൽ നിന്ന് അത് എടുക്കപ്പെട്ടു പോകും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആ അസൂയ, ആ ഒരു മാരകമായ രോഗമാണ്, അത് ചില്ലറ രോഗമല്ല, അതിമാരകമായ രോഗമാണ് അസൂയ എന്ന് പറയുന്നത്. ഇപ്പം ഇത് കുറച്ച് പറയാൻ ഉദ്ദേശിക്കുകയാണ് ഈ 3 വിഷയങ്ങളെ കുറിച്ചും. അപ്പൊ ഇന്നത്തെ ദിവസം വോയിസ് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. 2 വോയിസാ കൂടാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് അസൂയ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിയേ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ അമലുകൾ, കുത്തുബിയത്ത് പോലുള്ള എന്ത് അമലുകൾ നമ്മൾ ചെയ്താലും അതൊക്കെ ഫലവത്താവണമെങ്കിൽ ആ ഒരു സ്വഭാവം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മാറ്റിയേ മതിയാവും. രണ്ടാമത്തെ ഒരു കാര്യം, അതും വളരെ ഗൗരവമുള്ളതാണ്, അഹങ്കാരം. ഞാൻ എന്ന ഒരു, അതായത് മറ്റുള്ളവരോടൊക്കെ ഒരു പുച്ഛം. അത് നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു അഹങ്കാരിയാണ് എന്ന് ഒരു മനുഷ്യനും സമ്മതിക്കില്ല. അതേ സ്ഥാനത്ത് അഹങ്കാരം നല്ലോണം ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ ധാരണ എന്താ? ആ ചങ്ങാതി അത് അവനെന്താ അങ്ങനെ, അല്ലെങ്കിൽ അവന്റെ മറ്റുള്ളവരെ കാണുമ്പോൾ അത് നമ്മളെക്കാളും ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് താഴോട്ട് നിൽക്കുന്നവരാകും, അല്ലെങ്കിൽ കഴിവിന്റെ കാര്യത്തിൽ, അതായത് മറ്റുള്ള കഴിവുകളുടെ കാര്യത്തിൽ, സാമ്പത്തികമല്ലാത്ത കഴിവുകളുണ്ട്, താഴെ നിൽക്കുന്നവരാകും, ഒരു വിവരമില്ലാത്തവരാകും. അപ്പൊ നമ്മൾക്ക് എല്ലാ നിലയിലും താഴെ ഗ്രാൻഡിൽ നിൽക്കുന്നവരായിരിക്കും. അങ്ങനെ ആകുമ്പോൾ അവരോട് നമുക്കൊരു പുച്ഛം നമുക്ക് തോന്നാണ്. അപ്പൊ ബംഗാളികളൊക്കെ നമുക്ക് കാണുമ്പോൾ, അത് ഒരു ഉദാഹരണം പറയാം, ബംഗാളികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുക ഇവർക്ക് എന്ത്, ഒരു നിസ്കരിക്കുന്നില്ല, നിസ്കരിക്കാനും അറിയില്ല, അതേപോലെ ഒരു കാര്യമില്ല, ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ബംഗാളികളെ കണ്ടാൽ നമുക്ക്, ബംഗാളികളൊക്കെ നമ്മളെക്കാളത്തിന് മേലെയാണ്. ഇപ്പൊ നമ്മുടെ വിഷയമായിട്ട് നമുക്ക് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മളായിരിക്കും ആദ്യം സുഹൃത്ത് കിടക്കുക, ബംഗാളികളൊക്കെ ആയിട്ട് ബാക്കിൽ വരിക, വെറുതെ തോന്നുക. അതൊക്കെ അവരൊക്കെ കടന്നിട്ട് ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കിടക്കാൻ കഴിയുമെന്നുള്ള ചിന്ത ആണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കാര്യങ്ങൾക്ക് അവർ മേലെയാണ്. നമ്മളെപ്പോലെ നമ്മൾ പഠിച്ചത് തന്നെ എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻഗാമികൾ കഷ്ടപ്പെട്ടതിന്റെ പേരിലല്ലേ. നമ്മുടെ മുൻഗാമികളായിട്ടുള്ള മഹാന്മാർ അവർ അന്ന് കഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, പ്രയാസപ്പെട്ടിട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ ഈ ബംഗാളികളുടെ അവസ്ഥ തന്നെയല്ലേ. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? അപ്പൊ നമ്മൾ സൃഷ്ടിച്ചതും ബംഗാളികൾ സൃഷ്ടിച്ചൊക്കെ റബ്ബ് തന്നെയാണ്, എല്ലാം റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ അഹങ്കരിക്കേണ്ടതില്ല. അത് ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരോ മുന്നിൽ ചില ആളുകൾക്ക് ചിരിക്കാൻ പോലും മടിയാണ്. ബംഗാളികളുടെ കാര്യത്തിലല്ല പറയുന്നത്. അതേ ഒരു ഈ അഹങ്കാരം ഇല്ലായ്മയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് ചിരിയാണ്. ഒരു മനുഷ്യനെ കണ്ട, നമുക്ക് പരിചയമുള്ള ഒരാളെ കണ്ട, പരിചയമില്ലാത്തവരോട് ചിരിക്കണ്ട, പരിചയമുള്ള ഏറെ കണ്ടാൽ ചിരിക്കുന്നതിന് ഒരു മടിയും വേണ്ട. സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷം ചോദിക്കുകയും ചെയ്യാം. അതൊക്കെ നമുക്ക് ഈ ഒരു സ്വഭാവം നമ്മളിൽ നിന്നുള്ള എടുക്കപ്പെട്ട് നശിപ്പിക്കുന്നതിന് നമുക്ക് സഹായകരമാകും. അപ്പോ അഹങ്കാരമില്ലായ്മ, അതിന്റെ നേരെ എതിരാണ് തവാളുകൾ, താഴ്മ. ഒരു മനുഷ്യനും എല്ലാ മനുഷ്യന്മാരുടെ മുന്നിലും താഴ്മകൾ. ഏറ്റവും മോശപ്പെട്ടവൻ ഞാനാണ്, മറ്റുള്ളവർക്ക് എന്നെക്കാളും ഹൈറാണെന്നുള്ള ചിന്തയാണ് ഇതിൽ വേണ്ടത്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷയത്തിൽ റെഡിയാവും. അതായത് ഞാനാണ് ഏറ്റവും മോശം, ബാക്കിയുള്ള ഈ കാണുന്ന മുഴുവൻ ജനങ്ങളും എന്നെക്കാളും ഹൈറാണ്, റബ്ബിന്റെ അടുക്കൽ അവർക്കായിരിക്കും സ്ഥാനം, ഞാൻ അതിലേറ്റവും താഴെപ്പടിയിലാണ് എന്ന ഒരു ചിന്ത നമുക്ക് വേണം. അവിടെ ആളെ ഒന്നും നോക്കേണ്ടയില്ല. എത്ര താഴെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിലും, അതേപോലെ വിജ്ഞാനത്തിലും വേറെ ഏത് കാര്യങ്ങളിലും താഴെ തട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും എന്നെക്കാളും ഹൈർ അവരാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, അത് സ്ഥിരമായിട്ട് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ അഹങ്കാരം, തക്കബ്ബുർ, അത് മാറ്റി അവിടെ തവാളുകൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയെങ്കിൽ മാത്രമേ നമ്മൾ ഇത്തരം കാര്യം, കുത്തുബിയത്ത് പോലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അഹങ്കാരികളായിട്ട് നമ്മൾ കുത്തുബിയത്ത് നടത്തി. കാരണം നമ്മുടെ അഹങ്കാരം നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള മലക്കുകൾക്കും, അതേപോലെ പിന്നെ നമുക്ക് കാണാൻ കഴിയാത്ത മഖ്ലൂഖീങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ അത് അറിയാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിലുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും, അല്ലാഹു കൈ കൊടുത്തവർക്കൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ, നന്മകൾ, മഹാന്മാരുടെ ഭാഗത്തുനിന്ന് നന്മകളൊക്കെ നമ്മളിലേക്ക് എടുക്കാൻ പ്രയാസപ്പെടും. മൂന്നാമത്തെ ഒരു കാര്യം, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ മാറ്റേണ്ടത്, നമുക്കുള്ളത് ബുഖ്ൽ, പിശുക്ക്. ഒരു ഉറുപ്പ്യ കൊടുക്കൂല. അത് ചിലപ്പോൾ ചില ആളുകൾക്ക് സമ്മതിക്കും, എനിക്ക് ആ സ്വഭാവം ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ സമ്മതിക്കും. ഒരു ഉറുപ്പ്യ കൊടുക്കൂല. കൊല്ലുന്നതിന് സമാണ് ഒരു 10 റുപ്യ കൊടുക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം ബക്കറ്റ് മുന്നിലൂടെ പോകുമ്പോൾ മാറ്റി അങ്ങോട്ട് വെക്കുക എന്നല്ലാതെ 10 റുപ്യ അതിലേക്ക് കൊടുക്കില്ല. മാറ്റി വെക്കുന്നതിന് ഒരു മടിയും ഉണ്ടാവില്ല. അതേപോലെ ഏതൊക്കെ സന്ദർഭത്തിൽ നമ്മൾ സ്വതക്ക ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും നമ്മൾ ആ വിഷയം പരിഗണിക്കേണ്ടതൊക്കെ നമ്മൾ അത് അവഗണിക്കും.
അത് എത്രയോ സന്ദർഭങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഒരു ചിന്തയാണ്, കൊടുക്കേണ്ട സദക്ക കൊടുക്കേണ്ടത് ഭയങ്കര കോടീശ്വരന്മാരാണ്, ഭയങ്കര പൈസക്കാരാണ്, നല്ല ലുലു യൂസുഫലിനെ പോലുള്ള ആളുകളൊക്കെയാണ് സദക്ക കൊടുക്കേണ്ടത് എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയല്ല, ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് അവരവരുടെ വരുമാനത്തിന്, അത്ര ചെറിയ വരുമാനമാണെങ്കിൽ നിർബന്ധമായും അതിലൊക്കെ ഭാഗവാക്കാകൽ വളരെ അത്യാവശ്യമാണ്. അവിടെ പിശുക്ക് നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, കൊടുക്കുന്നതിന് പ്രയാസം നമുക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ മുൻഗാമികളൊക്കെ സ്വീകരിച്ച മാതൃകയ്ക്കെതിരാണ്. അത് ഒരു തീർച്ചയായിട്ടും മാറ്റപ്പെടേണ്ട, തിരുത്തപ്പെടേണ്ട ഒരു സ്വഭാവമാണ്. ഇത് ഇത്രയും പരിസ്ഥിതിക്കാൻ സംബന്ധമായിട്ടൊരു നമ്മൾ കൊടുക്കുന്നത് 5 നിലക്കാണ് മനുഷ്യൻ സമ്പത്ത് ചെലവഴിക്കുന്നത്. 5 നില രീതിയിൽ. ഈ 5 രീതിയിൽ 4 രീതിയിലും വെള്ളത്തിലാണ്. 4 രീതി നമുക്ക് 3 രീതി എന്തായാലും വെള്ളത്തിലാണ്. ഒരു രീതി എന്താണെന്ന് നമുക്ക് അന്നേരം തിരിയും. റബ്ബിന്റെ അടുത്ത് പോലാണോ അല്ലെങ്കിൽ അതിന്റെ ഉദാഹരണം അത് ചില രീതിയിൽ വിശദീകരിച്ച് വോയിസ് അവസാനിപ്പിക്കണം. മനുഷ്യന്മാർ മൊത്തത്തിൽ സദഖ ചെയ്യുന്നത്, പണം കൊടുക്കുന്നത്, ചെലവഴിക്കുന്നത് 5 രീതി. ഒന്ന് ഹറാമായ വഴിയിൽ തന്നെ, ഹറാമായ വഴി, ഹറാമാണെന്ന് ബോധത്തോടു കൂടി ഹറാമായ വഴി ചെലവഴിക്കുന്നത്, അതൊരിക്കലും നമുക്ക് റിട്ടേൺ വരുന്ന ഹൈറായ നിലയിൽ. രണ്ടാമത്തെ ഒന്ന് പറഞ്ഞാൽ ഹറാമാണെന്ന് ഫുഖഹാക്കൾ പറയൂല, ചിലപ്പം തസൂഫുൽ അഹ്ലുകാർ സൂഫിയാക്കൾ ചിലപ്പോൾ പറയും ഹറാമാണെന്ന്. അങ്ങനെ ചെലവഴിക്കുന്നതാണ് കല്യാണം, സൽക്കാരം പോലുള്ള നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ, അതൊക്കെ നമുക്ക് ആഗ്രഹത്ത് അള്ളാഹുവിന്റെ കൂലിയിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ കല്യാണം ആർഭാടമല്ലേ? ഈ ആർഭാടം ഹറാമാണെന്ന് ഫുഖഹാക്കൾ ചിലപ്പോൾ പറഞ്ഞോളുന്നില്ല, പക്ഷേ സംഗതി കൈവിട്ട കളിയാണ്. എത്രയാണ് നമ്മൾ ചെലവാക്കുന്നത്? ഒരു 100 രൂപ ഹൈറായ വഴിക്ക് നമ്മൾ ചെലവഴിക്കൂല, അതിന് ഭയങ്കര മടിയാ, കൊല്ലുന്നതിന് സമാണ്. അതേ സ്ഥാനത്ത് കല്യാണം പോലുള്ളതിന് ഇടിച്ച് തകർത്ത് കളയും എത്ര വേണമെങ്കിലും കാശ്. ഇത് രണ്ടാമത്തെ ഇനം. ഇത് നമുക്ക് ഒരിക്കലും കിട്ടാൻ വരില്ല. മൂന്നാമത്തെ ഇനം എന്ന് പറയുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. പൈസ കൊടുക്കും, 1000, 2000, 5000, 10,000 കൊടുക്കും. അതിങ്ങനെ വിളിച്ചു പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ അത് 4 ആൾ അറിയും എന്ന് കണ്ടാൽ അവിടെ കൊടുക്കും. ആ കൊടുതിക്ക് യാതൊരു ഇല്ല. മറ്റൊന്ന് നിർബന്ധിതമായിട്ട് കൊടുക്കുക. നാലാമത്തത് നിർബന്ധിതമായിട്ട് കൊടുക്കേണ്ടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ മനസ്സറിഞ്ഞിട്ടല്ല കൊടുക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ മോശക്കാരാവും, നമ്മളെ ചോദ്യം ചെയ്യപ്പെടും എന്ന രീതിയിൽ വരുമ്പോൾ, അപ്പൊ നമ്മൾ പള്ളിയിലേക്കുള്ള വരിസംഖ്യ ആണെങ്കിലും മസ്ജിദിലേക്കുള്ള വരിസംഖ്യ ആണെങ്കിലും നമുക്ക് കൊടുത്തല്ലേ പറ്റൂ. കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഉണ്ടാവില്ല, ആ മഹലിൽ അത്ര വരിസംഖ്യയുള്ളൂ, ഇവിടെ മഹലിൽ ഇത്ര കൂടുതലാണ് എന്നൊക്കെ ഉള്ള തോന്നലോട് കൂടിയാണ് കൊടുക്കുക. പക്ഷെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കൊടുക്കും. അതേപോലെ നമ്മുടെ ബന്ധുക്കളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ കൊടുക്കും. കൊടുക്കാതിരുന്നാൽ മോശമാണ് എന്ന നിലയിൽ. അതേപോലെ തന്നെ ഏത് പള്ളിയിൽ ഉസ്താദ് പറയാണ് എല്ലാവരും കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് കൊടുക്കും. ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി, കൊടുത്തില്ലെങ്കിൽ മോശമാണ് എന്ന നിലയിൽ, അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന രീതിയിലൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, ഒരു സ്ഥാപനത്തിന്റെ എന്തോ കറക്ഷന് വേണ്ടിയിട്ട് ആൾ വരുന്നു, വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്താ കൊടുക്കാതിരിക്കുക, എന്നും പിരിവന്നെ, എത്ര ഇന്നലെ ഒരാൾ വന്ന് മിനിയാന്ന് ഒരാളും, ഈ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഇങ്ങനെയുള്ള കൊടുതികളൊക്കെ, അത് അതായത് ഇപ്പോഴുള്ള കൊടുതികൾ 90% അങ്ങനെയുള്ള കൊടുതികളാണ്. ആ കൊടുതികളൊക്കെ നമുക്ക് ഉപകാരപ്പെടുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് എന്താ കിട്ടിയാൽ വാങ്ങിക്കാം, അത്രതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. പിന്നെ 5ാമത്തെ ഒരു കൊടുതി എന്ന് പറയുന്നത് അത് റബ്ബിന് വേണ്ടി കൊടുക്കുന്നത്. അതായത് ആരും അറിയുന്നില്ല, റബ്ബ് മാത്രമേ അറിയുന്നുള്ളൂ. ഇനി ആരെങ്കിലും അറിഞ്ഞു നോക്കുക, അതിലൊരു സന്തോഷമില്ല, അതിലൊരു സങ്കടവുമില്ല, ആ രീതിയിൽ വളരെ സ്വകാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അത് ചിലപ്പോൾ 10 രൂപയായിരിക്കും, ചിലപ്പോൾ 50 രൂപയായിരിക്കും, ചിലപ്പോൾ 100 ആയിരിക്കും, 500 ആയിരിക്കും. പക്ഷെ അത് നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ എന്തേ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, പിശുക്ക് എന്ന് പറയുന്ന ആവശ്യത്തിന് ചെലവഴിക്കാൻ, ഹൈറായ വഴികളിൽ ചെലവഴിക്കുന്നതിനൊക്കെ മടി കാണിച്ചുകൊണ്ട് എങ്ങനെ ഒഴിഞ്ഞു മാറാം എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ട്, അതാണ് അങ്ങനെ പറയുവാണെങ്കിൽ, അതായത് ഒരു കാര്യം നമ്മുടെ മുന്നിലെത്തിയാൽ, ഹൈറായ വഴി നമ്മുടെ മുന്നിലെത്തിയാൽ, നമുക്ക് നമ്മളാൽ കഴിയുന്നത് കൊടുക്കുന്നതിന് പകരം എങ്ങനെ ഒഴിഞ്ഞു മാറാം എന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമാണെങ്കിൽ അതൊക്കെ മാറ്റേണ്ടതാണ്. അങ്ങനെയുള്ള ബുഖല അവർക്കൊക്കെ കുത്തുബിയത്ത് ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ വേറുള്ളത് ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഗുണം കിട്ടിക്കൊള്ളണമെന്നൊന്നും ഇല്ല. അതൊക്കെ അത് ആ സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരുത്തലാണ് ഈ തോപ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും ഇന്നത്തെ ദിവസം 2 നിലക്ക് വോയിസ് നീണ്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ അല്ലാഹുമ്മ അൻത റഈ ഫഗ്ഫിർനാ ബിവയ്യാതിക യാ അർഹമർ റഹീമീൻ, അത് 3 വട്ടം. പിന്നെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 28 വട്ടം. അതാണ് അതിന്റെ അതായത് ഈ പ്ലേഗ് പോലുള്ള അല്ലെങ്കിൽ കൊറോണ പോലുള്ള അല്ലെങ്കിൽ നിപ്പ പോലുള്ള, അതായത് നമുക്ക് പരിചയം പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെയുള്ള മാറാവ്യാധികൾ, പകർച്ചവ്യാധികളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ദിക്ർ 28 വട്ടം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 28 വട്ടം എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്തരം മാറാവ്യാധികളൊന്നും പിടിപെടുകയില്ല എന്ന് കിതാബുകളിലേക്ക്. ആ ഒരു ആയത്തിന്റെ അതിന്റെ ഒരു അതത് 28 ചുരുങ്ങിയതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നു. 28 അത് കുത്തുബിയത്തിൽ ചൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട ഇബ്രാഹിം അൽ മഖ്ദൂമി തങ്ങൾ പറയുന്നു.